തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അനുദിന വചനം സദൃശവാക്യങ്ങൾ 14 അധ്യായം അതിൻ്റെ 29 വാക്യം. Proverbs chapter 14 verse 29. Whoever is slow to anger has great understanding. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ. ആമേൻ. നിത്യന പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിച്ചനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ അവിടുന്ന് ഞങ്ങളെ താങ്ങിയതുകൊണ്ട് തിരുമുഖം കണ്ടുണരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്. ഈ വചനം അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുത്തെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഈ തിരുവചന ഭാഗം ഇറങ്ങിച്ചെന്ന് ഒരു പടി കൂടി ദീർഘക്ഷമയുള്ളവരായി ഞങ്ങളെ തീർക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Whoever is slow to anger has great understanding. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ. ദൈവത്തിൻ്റെ വചനപ്രകാരം മഹാബുദ്ധിമാൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്പെഷ്യൽ ഡിഗ്രി എടുത്ത് പല മേഖലകളിൽ ശോഭിക്കുന്ന ഒരു വ്യക്തിയെ അല്ല. നോട്ട് ഈവൻ സയൻറ്റിസ്റ്റ് മഹാബുദ്ധിയുള്ളവനെന്ന് വചനത്തിൽ നാം കാണുന്നില്ല. എന്നാൽ വളരെ സിമ്പിളായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ദീർഘക്ഷമയുള്ളവൻ. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒരു ഫലമാണ് ദീർഘക്ഷമ. ഈ ദീർഘക്ഷമ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ആയിരിക്കുന്ന മനുഷ്യന് ആവശ്യമാണ്. ദീർഘക്ഷമയില്ലാത്തത് കൊണ്ട് നാളടുക്കും തോറും, ഈവൻ സൂര്യൻ്റെ ചൂട് കൂടും തോറും മനുഷ്യൻ്റെ കൺട്രോൾ വിട്ടുപോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ദീർഘക്ഷമയുള്ളവൻ ഭാഗ്യവാൻ. യാക്കോബിന്റെ ലേഖനം 1 അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ യാക്കോബ് ശ്ലീഹ നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. യാക്കോബ് 1:19. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവൻ ആയിരിക്കട്ടെ. അതൊരു ആശംസയാണ്, ഒരു പ്രാർത്ഥനയാണ്. ഇപ്രകാരം യാക്കോബ് ശ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിരുന്നെങ്കിൽ, കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമായിരുന്നെങ്കിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളുടെ അടിസ്ഥാനമായിരുന്നെങ്കിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയം ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു. ഓരോ ദിനം അങ്ങ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഡൈവോഴ്സ് റേറ്റ് കൂടുകയാണ്. ഡൈവോഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുകയാണ്. ഓരോ കേസ് എടുത്തു പഠിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ദീർഘക്ഷമയില്ലായ്മയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം
7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്. മൂഢന്മാരുടെ മാർവിൽ അല്ലോ നീരസം വസിക്കുന്നത്. അപ്പൊ നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്. ഈ നീരസം മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞുകൂടുന്നതനുസരിച്ച് ദീർഘക്ഷമ ഹൃദയത്തിൽ നിന്ന് പടിയിറങ്ങും, ഭവനത്തിൽ നിന്ന് പടിയിറങ്ങും, കൂട്ടായ്മയിൽ നിന്ന് പടിയിറങ്ങും. അങ്ങനെ വരുമ്പോൾ ഒരുവനെ സഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് മുൻകോപി ഭോഷത്വം പ്രവർത്തിക്കുന്നു. മുൻകോപി ഭോഷത്വം പ്രവർത്തിക്കുന്നു. ഈ മുൻകോപം എല്ലാ മനുഷ്യരുടെ പോക്കറ്റിൽ ഇരിപ്പുണ്ട്. ചിലർക്കൊക്കെ ഈ കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് മുൻകോപം. മുൻകോപി ഒരിക്കലും ജീവിതത്തിൽ ജയിക്കില്ല, വിജയിക്കില്ല. അവനെപ്പോഴും ദുഃഖമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സദൃശവാക്യങ്ങൾ 19-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനത്തിൽ വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ടെൻഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ടെൻഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് മനുഷ്യൻ രോഗിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ളൊരു സിദ്ധ ഔഷധമാണ് ദൈവം നമുക്ക് തരുന്നത്. വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. അപ്പോൾ ദീർഘക്ഷമ കൈമുതലാക്കാനായിട്ട് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഉപദേശ മാർഗമാണ് വിവേകബുദ്ധിയോടെ ജീവിക്കുക. അപ്രകാരം ഒരു ബുദ്ധി അപ്പനും അമ്മയ്ക്കും ഉണ്ടായിരുന്നെങ്കിൽ മക്കളും അപ്രകാരമാകില്ലായിരുന്നു. 10 ഗുണം 10 ഗുണം എന്നൊക്കെയല്ല പറയുന്നേ. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം 12 ഗുണം ഉണ്ടായിരിക്കണം. പക്ഷെ ഇപ്പം 8 പോലും ഇല്ലല്ലോ. എൻ്റെ കാരണം എന്താണ്? വിവേകമെന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ അയലന്തരത്തൂടെ പോയിട്ടില്ല. സ്തോത്രം. വചനം കേട്ട് വഞ്ചിക്കപ്പെടരുത്. ദൈവാത്മാവ് എന്നോടാണ് സംസാരിക്കണം എന്നുള്ള അപൂർണ സമർപ്പണത്തോടുകൂടി ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുക. സദൃശവാക്യം വീണ്ടും 15-18. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. ഏത് കുടുംബത്തിലാണ് അടിയില്ലാത്തത്? ഏതെങ്കിലും ഒരു കുടുംബം എടുത്ത് കാണിക്കാവോ? ഒരൊറ്റ കുടുംബവും കാണത്തില്ല. പിന്നെ കൂട്ടായ്മയുടെ കാര്യം പറയണ്ടല്ല. ഈ കുടുംബത്തിൽ നിന്നല്ലേ എല്ലാം കൂടെ കൂട്ടായ്മയിലൊക്കെ ഇടിച്ചു കയറി വരുന്നത്. എന്താണോ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ, അത് തന്നെയായിരിക്കും നിന്റെ കൂട്ടായ്മയുടെ അവസ്ഥ. ക്രോധമുള്ളവൻ കലഹം ഉണ്ടാക്കുന്നത്. ചിലർക്ക് പ്രത്യേകമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു അഭിഷേകമാണ് സമാധാനം ഉള്ളിടത്ത് കലഹം വിതയ്ക്കുക എന്നുള്ളത്. പോക്കറ്റിൽ കൊണ്ടുനടക്കേ കലഹത്തിന്റെ വിത്ത്. ദീർഘക്ഷമയുള്ളവൻ കലഹം ശമിപ്പിക്കുന്നു. ഇന്നിപ്പോൾ രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ട്, തന്നെ അവൻ്റെ നടുവിൽ ചെന്ന് ക്ഷമിക്കുന്നു പറഞ്ഞാൽ ഈ രണ്ടും കൂടി ഈ സന്ധിക്ക് എന്നവനെ ഒതുക്കിക്കളയും. അത് കാരണം ആര് കിടന്ന് തമ്മിലടിച്ചാലും തിരിഞ്ഞു നോക്കില്ലേ. സ്തോത്രം. അതല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സംഖ്യാപുസ്തകത്തിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് 12:3. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. പ്രസംഗത്തിൽ മോശാപ്പച്ചനെയൊക്കെ നല്ല ഭംഗിയോടെ അവതരിപ്പിക്കുന്ന ദൈവമക്കളുണ്ടല്ലോ. ഈ അപ്പനിൽ നിന്നൊരു ഗുണം പഠിക്കാനുണ്ട് മക്കൾക്ക്. ആ വചനം ശ്രദ്ധിക്കണേ. മോശ എന്ന പുരുഷനോ ഭൂലോകത്തിൽ. അപ്രകാരം ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റുമോ? പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും മോശാപ്പച്ചനെ. അങ്ങനെ ദീർഘക്ഷമയുണ്ടായിരുന്ന ഒരു അപ്പനായത് കൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പാസ്റ്ററായിട്ട് ജീവിച്ചത്. എന്നിട്ടും പറഞ്ഞ് എന്നെ അങ്ങ് കൊന്നുകളയെന്ന്. അപ്പൊ പിന്നെ ഇപ്പോഴുള്ള പാസ്റ്റർമാരുടെ അവസ്ഥ എന്തായിരിക്കും? കയ്യിൽ എണ്ണാവുന്നതേ ഉള്ളൂ. ഈ നഞ്ചൻ നിന്ന് ആഴിയെന്ന് പറഞ്ഞ പോലെ 10 ഉള്ളു. 10 മതിയല്ല ഒരു പാസ്റ്ററിനെ സർവ്വ രോഗമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാനായിട്ട്. സ്തോത്രം. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. സ്തോത്രം. അപ്രകാരം ഒരു ഡിഗ്രിക്ക് വേണ്ടി നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിന് വേറെ എങ്ങും പോകണ്ട, വേറൊരു യൂണിവേഴ്സിറ്റിയിലും പോകണ്ട. മോശാപ്പച്ചൻ നടത്തുന്ന യൂണിവേഴ്സിറ്റിയിൽ പോയാൽ മതി. സ്തോത്രം. ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. അവിടെ അഡ്മിഷൻ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. സദൃശവാക്യങ്ങൾ 25:28 പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. ഈ തിരുവചന പ്രകാരം നമ്മൾ ഒന്ന് എടുത്ത് ശോധന ചെയ്താൽ നമ്മളെ എല്ലാവരുടെയും മതിലിങ്ങനെ ഇടിഞ്ഞ് ഒരുമാതിരി മരുഭൂമി പോലെയായി കിടക്കുക. ഒരു നിയന്ത്രണവും ഇല്ല. ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ. പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മതിലെല്ലാം ശരിയായിട്ടുണ്ടോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും. പഴയകാല അപ്പച്ചനും അമ്മച്ചുമാരുമൊക്കെ എപ്പോഴും 50-60 വർഷം വിവാഹ വാർഷികമൊക്കെ ആഘോഷിച്ചിങ്ങനെ ചെറിയൂർ കൂടെ ഇരിക്കുന്നല്ലേ. അവർക്കൊക്കെ ഈ മതിലെന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു.
ഇപ്പൊ ഡിജിറ്റൽ യുഗമല്ലേ, എനിക്ക് പറ്റില്ലടോ. എന്നാൽ തൻ്റെ വഴി നോക്കും, ഞാൻ എൻ്റെ വഴി നോക്കും. മതിലിടിഞ്ഞ്, അത് സാധാരണ പാര വെച്ചുള്ള ഇടിയൊന്നുമല്ല, അങ്ങ് ബുൾഡോസർ കൊണ്ടുവന്ന ജീവിതത്തിൻ്റെ ചുറ്റും കെട്ടിവെച്ചിരിക്കുന്ന സംയമനം ഇല്ലാത്തത് കൊണ്ട് ആ മതിലങ്ങ് ഇടിച്ചു കളഞ്ഞ്. ഇനി ആ മതിലൊന്ന് പണിഞ്ഞാലല്ലേ ജീവിതം ഒന്ന് സന്തോഷപൂർണ്ണമായി മാറുകയുള്ളൂ. അതിന് ഒരാൾക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയുള്ളൂ, ഒരേ ഒരാൾക്ക് മാത്രം. 1 കൊറിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ഈ ഡെഫിനിഷൻ, ഈ നിർവചനം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് 1 കൊറിന്ത്യർ 13:4. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദീർഘക്ഷമയുള്ള മനുഷ്യൻ ബുദ്ധിമാൻ. അവൾ 1 കൊറിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് ഇന്ന് തരുന്ന ഈ വിഷയത്തിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് തരുന്ന സന്ദേശമാണ്: സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുകയും ചെയ്യുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. 1 കൊറിന്ത്യർ 13-ാം അധ്യായം ഫുൾ ഒന്ന് പഠിക്കുക. അത് സ്നേഹത്തെക്കുറിച്ചുള്ള ദൈവാത്മാവ് സ്വർഗത്തു നിന്ന് തരുന്ന നിർവചനമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ച വിഷയം ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ഞാൻ ശാന്തിശീലനും വിനീത ഹൃദയനുമാകുന്നു, എന്നിൽ നിന്നും പഠിക്കുവേൻ. 70 പ്രാവശ്യം നമ്മളോട് ക്ഷമിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവമാണ് നമ്മളെ തേടി വന്നത്. ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് തലയും കുത്തി കിടക്കയിൽ ഇപ്പോഴും പലരുടെ ഹാങ് ഓവർ തീർന്നിട്ടില്ല. പക്ഷെ നീ ഇപ്പോഴും നിന്റെ മുൻകോപം മാറ്റിയിട്ടില്ലല്ലോ, ദീർഘക്ഷമ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. ഇനിയും അടുത്ത വർഷം ആരറിഞ്ഞ് നീ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ശ്രദ്ധ വെച്ച് കേട്ട് അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തി വചനം പറയുന്നത് പോലെ നമുക്ക് ജീവിക്കാം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, അവിടുന്ന് അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനായി, വിടുതലിനായി, സൗഖ്യത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഇന്നതെന്ന് അടിയങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞനുഗ്രഹിക്കുന്നപ്പ, ഈ കാലഘട്ടത്തിൽ ദീർഘക്ഷമയോടെ ജീവിക്കുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്ന ബുദ്ധിമാനായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾക്കിത് തന്ന 2023 ഈ ഡിസംബർ മാസം ഒരു അനുഗ്രഹത്തിൻ്റെ പൂമഴ ഈ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവേ, ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ദീർഘക്ഷമയുള്ള മഹാബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായി വളരുവാൻ മക്കളെ സഹായിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. നിന്റെ തിരുവുള്ളത്തിൽ അവരെ സൂക്ഷിക്കണമേ. മോശയെപ്പോലെ സൗമ്യശീലമുള്ളവരായി അവരുടെ ശാരീരിക അസുഖത്തിൽ പൊട്ടിത്തെറിച്ച് ദൈവകൃപ നഷ്ടപ്പെട്ടു പോകാതെ സമാധാനത്തോടെ ജീവിക്കുവാൻ അവരെ സഹായിക്കണം. ഒരിക്കൽ കൂടി കർത്താവേ, ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാ
രക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റ